ബറാത്ത് രാവിലെ 3 യാസീൻ ഓതണം എന്നത് ഖുർആനിൽ എവിടെ എന്ന് ചോദിക്കണ്ട, ഖുർആനിലില്ല. ഹദീസിൽ എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഅബാൻ 15 രാത്രി എവിടെയാണ് 3 യാസീനും ദുഹാന സൂറത്ത് ഓതിയിരുന്നത്? ഹദീസിൽ എവിടെയെന്ന് ചോദിക്കണ്ട. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ 4 വിഷയങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. എല്ലാത്തിനും ഖുർആനിലുണ്ടോ, എല്ലാത്തിനും ഹദീസിലുണ്ടോ എന്ന ചോദ്യം തന്നെ അബദ്ധമാണ്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടാൻ 4 കാര്യങ്ങളുള്ളത്. ഈ 4 പ്രമാണങ്ങളെ കൊണ്ടാണ്, ചതുർ പ്രമാണങ്ങളിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ഈ 4ൽ ഒരു വിഷയത്തിൽ, ഈ 4 പ്രമാണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലം ഒരു വിഷയത്തിനുണ്ടായാൽ അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു. ഈ 4 പ്രമാണങ്ങളിൽ നിന്ന് ഒന്നിൻ്റെ പിൻബലം ഇല്ലെങ്കിൽ 4 പിൻബലം വേണമെന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലം ഉണ്ടായാൽ മതി. ആ പിൻബലം ഉണ്ടായാൽ ആ കാര്യം ദീനിൽ സ്ഥിരപ്പെട്ടു. ആ പിൻബലം ഇല്ലെങ്കിൽ ആ കാര്യം ദീനിൽ സ്ഥിരപ്പെടുകയില്ല. ബിദ്അത്ത് എന്ന് പറയും. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? എൻ്റെ ഭാഷാർത്ഥം എന്താ? പുതിയ കാര്യങ്ങൾ എന്നുള്ളതാണ് ബിദ്അത്തിൻ്റെ ഭാഷാർത്ഥം. അവിടെ തന്നെ ബിദ്അത്ത് 2 രൂപത്തിലുണ്ട്. ബിദ്അത്തുൻ ഹസനത്തും ഉണ്ട്, ബിദ്അത്തുൻ സയ്യിഅത്തും ഉണ്ട്. എന്താ ബിദ്അത്തുൻ ഹസന സയ്യിഅത്ത് എന്ന് പറഞ്ഞാൽ? നല്ല ബിദ്അത്തും ഉണ്ട്, ചീത്ത ബിദ്അത്തും ഉണ്ട്. എന്താ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? അതായത് പുതുതായി ഉണ്ടായ കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്തതും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല, അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയാം. അപ്പോൾ ആ ബിദ്അത്ത് 2 രൂപത്തിലുണ്ട്. ബിദ്അത്തുൻ സയ്യിഅത്തുണ്ട്, ബിദ്അത്തുൻ ഹസനത്തുണ്ട്. എന്താണ് ബിദ്അത്തുൻ ഹസന? നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതാണ് ഞാനീ പറഞ്ഞത്. ഞാനീ പറയാൻ പോകുന്ന 4 പ്രമാണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലം ഉണ്ടെങ്കിൽ അത് ബിദ്അത്തുൻ ഹസനയാണ്. ഈ 4 പ്രമാണങ്ങളിൽ നിന്ന് ഒന്നിൻ്റെ പിൻബലം ഇല്ലെങ്കിൽ അത് ബിദ്അത്തുൻ സയ്യിഅത്താണ്. ഇത് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇത് ഉൾക്കൊള്ളണം. ഇപ്പൊ പലയിടത്തും ആളുകൾ മനുഷ്യരെ വഴിത്തിരിപ്പിക്കേണ്ട ഈ കാര്യം കൊണ്ടാണ്. ഏതാണ് 4 കാര്യങ്ങൾ? ഞാനതൊന്ന് പറയാം. സ്വലാത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് പറയാം. 4 കാര്യങ്ങൾ. ഒന്ന് ഖുർആനാണ്. ഒരു വിഷയം നമ്മൾ ചെയ്യുമ്പോൾ അത് ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ. 2 ഹദീസാണ്. ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മൗനാനുവാദം. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ തടയാതെ മൗനം, സമ്മതം എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് മൗനാനുവാദം എന്ന് പറയാം. വാക്കും പ്രവൃത്തി നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. 3ാമത്തെ കാര്യമാണ് ഇജ്മാ എന്ന് പറയും. എന്താണ് ഇജ്മാ? ഇജ്മാ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിലാണ് ഇജ്മാ എന്ന് പറയുക. ഒരു വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു എന്നാണ് ഇജ്മാ എന്ന് പറയാം. ആ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ കാണുന്ന പണ്ഡിതന്മാരെ കുറിച്ചല്ല പറയുന്നത്. സലഫുകളായ മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയും വലിയ ജ്ഞാനത്തിൻ്റെ ഗോപുരങ്ങൾ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം ഹംബലി ഇമാം, ഹനഫി ഇമാം മാലിക് തങ്ങൾ തുടങ്ങിയിട്ടുള്ള അഗാധമായ ജ്ഞാനത്തിൻ്റെ ഉടമകളായ മനുഷ്യർ, മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. മുജ്തഹിദുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മതവിധികൾ കണ്ടെത്താൻ കഴിവുള്ളവരാ. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ അവിടെയാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങളങ്ങനെ സ്വയം ഖുർആനിൽ നിന്നൊന്നും എടുക്കണ്ട. ഒരു ഖുർആൻ്റെ പരിഭാഷ വായിച്ചിട്ട് ആ പരിഭാഷയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെ കൊണ്ട് നിങ്ങൾ അമലിയാൻ നിൽക്കണ്ട. അതല്ല അതിൻ്റെ അർത്ഥം. ആ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞതിനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അല്ലാതെ ചില ആളുകൾ എനിക്ക് ഖുർആൻ അറിയും. എങ്ങനെ ഖുർആൻ അറിയും? ഞാൻ ഖുർആൻ്റെ പരിഭാഷ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഖുർആൻ അറിയും. ആര് പറഞ്ഞു എനിക്ക് ഖുർആൻ അറിയുന്നത്? ഒരു ഖുർആൻ്റെ പരിഭാഷയ്ക്ക് എത്ര പേജ് വരും? ഏറി വന്നൊരു 500 600 പോട്ടെ, ഒരു 6000 പേജ് കൂട്ടിക്കോളൂ. 6000 പേജ് ഒരു ഖുർആൻ്റെ പരിഭാഷയ്ക്ക് വന്നാൽ അതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നാണോ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്? ബിസ്മിയുടെ അർത്ഥം മാത്രം 70 ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, മഹാത്മാക്കൾ പഠിപ്പിച്ചത്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ എഴുതിയ ഒരു ഖുർആൻ്റെ പരിഭാഷ എടുത്ത് വായിച്ച് എനിക്കിതിൽ നിന്ന് ഇതാണ് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അങ്ങനെയാണെങ്കിൽ ഖുർആൻ പരിഭാഷ വായിച്ച ഒരാൾ 5 വക്ത് നിസ്കാരത്തിൻ്റെ പേര് ഇന്നതാണ് എന്ന് ഖുർആനിൽ നിന്ന് കാണിച്ചു തരട്ടെ. ഖുർആനിൽ കാണൂല. പിന്നെ എവിടുന്നത് കിട്ടി? അത് പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടി.
ഒരു മതവിധി എവിടുന്ന് കിട്ടി? അത് പണ്ഡിതന്മാരിൽ നിന്ന് കിട്ടി. കള്ള് ഇസ്ലാമിൽ ഹറാമാണ്, സംശയമൊന്നുമില്ല. കള്ള് ഇസ്ലാമിൽ ഹറാമാണ്. മയക്കുമരുന്ന് ഹറാമാണെന്ന് എവിടുന്ന് കിട്ടി? നമുക്ക് എവിടുന്ന് കിട്ടി? അത് പണ്ഡിതന്മാർ പറഞ്ഞു തന്നു. അപ്പം നമ്മൾ ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നത് മാത്രമല്ല, അതിൽ നിന്ന് മതവിധികൾ കണ്ടെത്താൻ കൽപ്പുള്ള മുജ്തഹിദീങ്ങളായ, ഗവേഷണം ചെയ്യാൻ കഴിവുള്ള പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ 1 ഖുർആൻ, 2 സുന്നത്ത്, 3 ഇജ്മാ, 4 ഖിയാസ്. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിങ്ങനെ ഖിയാസ് എന്നതിൻ്റെ മലയാള അർത്ഥം എന്താ കൊടുക്കുക? നമ്മൾ ഒന്നിനോട് താരതമ്യപ്പെടുത്തി കൊടുക്കുക, അതാണ് ഖിയാസ്. ഒരു വസ്തുവിനോട് താരതമ്യം ചെയ്ത് മറ്റേ വസ്തു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞുതരാം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു റിജ്സും മിൻ അമലി ശൈത്താൻ, ഖുർആൻ പറഞ്ഞതാണ്. അതായത് കള്ള് അതുപോലത്തെ വസ്തുക്കൾ എന്താണ്? ഹറാമാണ് എന്ന് പറഞ്ഞു. അതിനോട് ഖിയാസാക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും ഹറാമാണ്. അപ്പം കാരണം എന്താ? കള്ളിൽ എന്തുണ്ട്? ലഹരിയുണ്ട്. അപ്പം ലഹരിയുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? ഹറാമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉഫിൻ എന്ന് നിങ്ങൾ ആരോട് പറയാൻ പാടില്ല? ഉമ്മൻ്റെ അടുത്തും ഉപ്പയുടെ അടുത്തും പറയാൻ പറ്റില്ല. അത് ചേ എന്ന് പറയാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താ? ചേ എന്ന വാക്കിൽ എന്തുണ്ട്? ഈദാ ഉണ്ട്, ഒരു നിന്ദിക്കലുണ്ട്. വാപ്പാനും ഉമ്മാനും കൊച്ചാക്കണ പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുള്ള ഒന്നും പറ്റൂല. ഇതാണ് ഖിയാസാക്കുക എന്ന് പറയാം. അത് നമ്മൾ ഖിയാസാക്കാൻ പറ്റൂല, അത് പണ്ഡിതന്മാർ ഖിയാസാക്കി തരും. ഞാൻ പറഞ്ഞത് അപ്പം എന്ത് വിഷയമാണെങ്കിലും ഖുർആനിലുണ്ടോ, സുന്നത്തിലുണ്ടോ, ഇജ്മായിലുണ്ടോ, ഖിയാസിലുണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യം ഓക്കെയാണ്. 4ലും വേണമെന്നുണ്ടോ? ഇല്ല, 4 ഏതെങ്കിലും 1 മതി. ഇതിലാണ് മനുഷ്യന്മാരെ, ഈ ഒരുപാട് മനുഷ്യന്മാരെ പഴപ്പിച്ചു പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് മിഅ്റാജിന് നോമ്പെടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ബറാഅത്തിന് 3 യാസീൻ ഓതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത്? ഇങ്ങനെ 100 ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. എന്താ തിരിച്ചു കുറച്ച് ചോദിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് നമ്മളെ പോലത്തെ ഷർട്ട് ധരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ആരാണ് 2 നില പള്ളി നിർമ്മിച്ചത്? ഇങ്ങനെ നിങ്ങളൊക്കെ ധരിച്ചത് പോലത്തെ കളർ തൊപ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചത് എവിടെയാണ്? നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ബ്രഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചോ? ഇല്ല. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? അവിടെയാണ് പ്രധാനം. നമ്മളതിനെങ്ങനെയാണ് വായിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് പണ്ഡിതന്മാർ എന്ത് ഉൾക്കൊണ്ടു, എന്ത് ചെയ്തു, അതിനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ കാലത്താണ് തറാവീഹ് 20 റക്അത്ത് ഒരു ഇമാമിന്റെ കീഴിലായി നിസ്കരിക്കാനുള്ള കൽപ്പന വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എന്തുകൊണ്ടാ കൽപ്പന വന്നില്ല? അതിന് കാരണം ഹദീസിൽ പറയുന്നുണ്ട്. ഞാനത് നിർബന്ധമാക്കും എന്ന് പേടിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്താക്കി. നമുക്ക് ആര് തെളിവാണ്? ഉമർ തങ്ങൾ നമുക്ക് തെളിവാണ്. കാരണം ഉമർ റസൂലുള്ളാഹിൻ്റെ അനുചരനാണ്, നമുക്കത് തെളിവാണ്. അപ്പം എല്ലാം റസൂലുള്ള ചെയ്തോ, എല്ലാം സ്വഹാബത്ത് ചെയ്തോ എന്നുള്ളതല്ല. അപ്പോൾ ഈ പള്ളി 2 നില നിർമ്മിക്കുന്നതിന് ഖുർആനിലുണ്ടോ? നിങ്ങൾ പള്ളി 2 നില നിർമ്മിക്കണം, നിങ്ങൾ പള്ളിയിൽ ഫാൻ വെക്കണം, ഖുർആനിൽ കാണുമോ? ഹദീസ് കാണുമോ? ഇല്ല. പക്ഷെ അതെവിടെ കാണും? ഈ 4 കാര്യങ്ങൾക്ക് എതിരല്ല ഇത്. അപ്പോൾ ബറാത്തിൻ്റെ ദിവസം ഞാനിത് ഓർമ്മപ്പെടുത്താൻ കാരണം ഭയങ്കര പ്രശ്നം ഇതിൽ. ഈ മനുഷ്യന്മാർ, നമ്മുടെ വാപ്പമാർ, വല്യുപ്പമാർ, ഇവരൊക്കെ ബറാത്ത് കൊണ്ടാടിയവരല്ലേ? നിങ്ങൾക്ക് അറിയുന്നതല്ലേ? എന്നേക്കാൾ കൂടുതൽ കാലം കണ്ടവരാ. നമ്മൾ തുടങ്ങി വെച്ചതാണോ? അല്ല, നമ്മുടെ വാപ്പമാർ അവരാണ്. അവരുടെയും വാപ്പമാരായിട്ട് തുടങ്ങി വെച്ച സംഭവം. നനച്ചുകൂളി അല്ലേ? ഇവിടെ അല്ലേ നനച്ചുകൂളി? നോമ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചര്യകൾ അത് നമ്മുടെ വാപ്പമാരായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ച സംഭവമാണ്. അത് നിഷേധിക്കാനോ അതില്ലാതാക്കാനൊന്നും പറ്റൂലല്ലോ. അതെങ്ങനെ നിഷേധിക്കാനില്ല? അത് നിഷേധിച്ചതിൻ്റെ അർത്ഥം എന്താ? ഇത് ചെയ്ത ആൾ ഇസ്ലാം എന്ന് പുറത്തതിൻ്റെ അർത്ഥം നമ്മുടെ വലിയപ്പോൾ ഇസ്ലാമിൻ്റെ പുറത്താണ്. മൂപ്പർ എന്താണ്? മൂപ്പര് മുസ്ലിം അല്ല എന്നാ പറയേണ്ട അർത്ഥം. മൂപ്പര് മുസ്ലിം അല്ലെങ്കിൽ നമ്മൾ മുസ്ലിമാണോ? ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? കാരണം നമ്മൾ മുസ്ലിം ആയതെങ്ങനെ? അവർ മുസ്ലിം ആയതുകൊണ്ട്. നമ്മുടെ വാപ്പ മുസ്ലിമായി, അൽഹംദുലില്ലാ, പോലെ വാപ്പ മുസ്ലിമായി. അങ്ങനെ മുസ്ലിം ആയത് നമ്മൾ. അപ്പോൾ ആ സമയത്ത് നമ്മളും തീരുമാനിക്കാം ഷാബാനിൽ നോമ്പൊൽക്കൽ ബിദ്അത്താണ്, ഇസ്ലാം എന്ന് പുറത്തു പോണ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ചങ്ങന്മാർ ആദ്യം പുറത്താക്കിയത് അവരെ വാപ്പാരാണ്. 1921 കേരളത്തിൽ ആദ്യമായിട്ട് ഈ ബിദ്അത്ത് പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. 21 കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായിട്ടുള്ളൂ? ഇതിപ്പോൾ 2026 ആയിട്ടുള്ളൂ.
105 കൊല്ലം കഴിഞ്ഞിട്ടുള്ളൂ. 105 കൊല്ലത്തെ ആയുസ്സാണ് ഈ എല്ലാ ബിദഈ പ്രസ്ഥാനത്തിനും നമ്മുടെ നാട്ടിലുള്ളൂ. അതിന് മുമ്പ് ഒരു പെണ്ണും പള്ളിയിൽ പോയിട്ടില്ല, ഒരു പള്ളിയിൽ മലയാളത്തിൽ ഖുത്ബ ഓതിയിട്ടില്ല, ഒരു വീട്ടിൽ മൗലിദ് ഓതാത്തതും ഇല്ല. അവ കഴിഞ്ഞ 100 കൊല്ലത്തിന് മുമ്പ് ജീവിച്ച ആൾക്കാരൊക്കെ എന്തായി പോയിന്നായി പറയണേ? കാഫിറായി പോയതായി പറയണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ.